ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ബൈബിളിൽ നിന്നും ചില ട്രിക്കി ചോദ്യങ്ങളും രക്ഷ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ഷീജ വിജെ, തിരുവനന്തപുരം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചുവപ്പും കറുപ്പും കൂടിക്കലർന്ന നിറത്തിന് പുതിയ നിയമത്തിൽ 2 പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന പേര് എന്താണ്? ഉത്തരം ധൂമ്രവർണം. വെളിപ്പാട് 17-ന്റെ 4, 18, 16 വാക്യങ്ങൾ. അടുത്ത ചോദ്യം. ബൈബിളിലെ ഒരു സ്ത്രീയുടെ അവസാനത്തെ 2 അക്ഷരം ഒരു അളവാണ്. എന്താണത്? ആ അളവിൻ്റെ തൂക്കം എത്രയാണ്? ഉത്തരം സ്ത്രീ റിബേക്ക. അളവ് ബെക്ക. തൂക്കം വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 1/2 ശേക്കെൽ. ഉൽപ്പത്തി 24-ന്റെ 14, പുറപ്പാട് 38-ന്റെ 26. അടുത്ത ചോദ്യം. കീഴ്ചുണ്ടിന് സദൃശ്യവാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പദം ഏതാണ്? ഉത്തരം വപ്പ്. സദൃശ്യവാക്യം 16-ന്റെ 30. അടുത്ത ചോദ്യം. യഹോവ ഒരു ദേശത്തെയും ആകാശത്തിലെ ഒരു ഗോളത്തെയും ഉടുപ്പിക്കുന്ന നിറം ഏതാണ്? ദേശത്തിൻ്റെയും ഗോളത്തിൻ്റെയും പേര് എന്താണ്? ഉത്തരം നിറം കറുപ്പ്. ദേശം ലെബാനോൻ. ഗോളം നക്ഷത്രം. എഹെസ്കേൽ 31-ന്റെ 15, 32-ന്റെ 7. അടുത്ത ചോദ്യം. ഭുജബലത്തിന് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പദം എന്താണ്? ഉത്തരം കൈക്കരുത്ത്. സങ്കീർത്തനങ്ങൾ 76-ന്റെ 5. അടുത്ത ചോദ്യം. ഇസ്രയേല്യർ പാളയമിറങ്ങിയ സ്ഥലത്തിൻ്റെ പേരും ഒരു മലയുടെ പേരും ഒരു വ്യക്തിയുടെ പേരും ഒരു പ്രകൃതി പ്രതിഭാസം നടന്ന സ്ഥലപ്പേരും ഒന്നാണ്. എന്താണത്? ഉത്തരം സൽമോൻ പാളയമിറങ്ങിയത്. സംഖ്യ 33-ന്റെ 41. മല ന്യായാധിപന്മാർ 9-ന്റെ 48. വ്യക്തി രൂത്ത് 4-ന്റെ 20. പ്രകൃതി പ്രതിഭാസം സൽമോനിൽ ഹിമം, മഞ്ഞു പെയ്തു. സങ്കീർത്തനം 68-ന്റെ 14. അടുത്ത ചോദ്യം. ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുന്നവർക്ക് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പദം ഏതാണ്? ഒരു രാജാവ് ഒരു പുരോഹിതനെയും ഒരു പുരോഹിതൻ ഒരു പ്രവാചകനെയും ഈ പദം ഉച്ചരിച്ച് സംബോധന ചെയ്തിട്ടുണ്ട്. ആരെല്ലാമാണ്? ഉത്തരം ദർശകൻ. ദാവീദ് രാജാവ് സാദോക്ക് പുരോഹിതനെയും ബെഥേലിലെ പുരോഹിതനായ അമസ്യാവ് ആമോസ് പ്രവാചകനെയും ദർശക എന്ന് വിളിച്ച് സംബോധന ചെയ്തു. 1 ശമൂവേൽ 9-ന്റെ 9, 2 ശമൂവേൽ 16-ന്റെ 27, ആമോസ് 7-ന്റെ 12. അടുത്ത ചോദ്യം. പുതിയ നിയമത്തിൽ കാണുന്ന എൻ്റെ പേരിനകത്ത് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന 2 പുരുഷന്മാരുടെ പേരുണ്ട്. ആരെല്ലാമാണ്? ഉത്തരം പേര് തീത്തോസ്, യുസ്തോസ്. 2 പുരുഷന്മാർ തീത്തോസും യുസ്തോസും. അപ്പോസ്തല പ്രവൃത്തി 18-ന്റെ 7, 1-ന്റെ 23, കൊലോസ്യർ 4-ന്റെ 11, തീത്തോസ് 1-ന്റെ 4. അടുത്ത ചോദ്യം. ഈ അധികാരികൾക്ക് കീഴടങ്ങണമെന്ന് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിൽ 1 പ്രാവശ്യം മാത്രമേ ഈ കൂട്ടരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. പുതിയ നിയമത്തിൽ ഒരു ഭരണാധികാരി ഈ അധികാരത്തിൽ അറിയപ്പെട്ടു. എന്താണത്? ഭരണാധികാരി ആരാണ്? ഉത്തരം അധികാരികൾ, നാടുവാഴികൾ. അപ്പോസ്തലൻ പത്രോസ്. ഭരണാധികാരി നാടുവാഴിയായ പീലാത്തോസ്. പഴയ നിയമത്തിൽ 1 പ്രാവശ്യം എസ്ര 8-ന്റെ 36, 1 പത്രോസ് 2-ന്റെ 14, മത്തായി 27-ന്റെ 2. അടുത്ത ചോദ്യം. തോൾപ്പട്ട അല്ലെങ്കിൽ തോൾവാൾ എന്നതിന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പദം എന്താണ്? ഈ പദം ബൈബിളിലെ ഒരു പുസ്തകത്തിൽ 7 പ്രാവശ്യം മാത്രമേ ഉള്ളൂ. എന്താണത്? ഉത്തരം ചുമൽക്കണ്ടം. ഒരു പുസ്തകം പുറപ്പാട് 28-ന്റെ 7, 12, 25, 27, 39-ന്റെ 4, 18, 20. അടുത്ത ചോദ്യം. എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ
ഘോഷിച്ചുല്ലസിക്കും എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ഹബക്കുക്ക്. ഹബക്കുക്കിന്റെ പ്രവചനം 3-ാം അധ്യായം 18-ാം വാക്യം. അടുത്ത ചോദ്യം, നമ്മുടെ കർത്താവിൻ്റെ എന്തിനെയാണ് രക്ഷയെന്ന് വിചാരിക്കേണ്ടത്? ഉത്തരം ദീർഘക്ഷമയെ. 2 പത്രോസ് 3:14. അടുത്ത ചോദ്യം, ഇന്ന് യഹോവ ഇസ്രയേലിന് രക്ഷ വരുത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ശൗൽ. 1 ശമൂവേൽ 11:13. അടുത്ത ചോദ്യം, യഹോവ രക്ഷയിലേക്ക് കയറ്റുന്നത് ആരെയാണ്? ഉത്തരം ദുഃഖിതന്മാരെ. ഇയ്യോബ് 5:11. അടുത്ത ചോദ്യം, യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം യെഹസ്യേൽ. 2 ദിനവൃത്താന്തം 20:14-17 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കുമെന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം മീഖ. മീഖ പ്രവചനം 7:7. അടുത്ത ചോദ്യം, രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം യോന. യോനയുടെ പ്രവചനം 2:9. അടുത്ത ചോദ്യം, യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം യിരെമ്യാവ്. വിലാപങ്ങൾ 3:26. അടുത്ത ചോദ്യം, രക്ഷ വിളയേണ്ടതിന് തുറന്നു വരേണ്ടത് എന്താണ്? ഉത്തരം ഭൂമി. യെശയ്യാവ് 45:8. അടുത്ത ചോദ്യം, ആരുടെ ബഹുത്വത്തിൽ രക്ഷയുണ്ട്? ഉത്തരം മന്ത്രിമാരുടെ. സദൃശ്യവാക്യം 11:14. അടുത്ത ചോദ്യം, രക്ഷ ആരോട് അകന്നിരിക്കുന്നു? ഉത്തരം ദുഷ്ടന്മാരോട്. സങ്കീർത്തനങ്ങൾ 119:155. അടുത്ത ചോദ്യം, രക്ഷ പ്രാപിക്കുന്നത് ആരാണ്? ഉത്തരം യഹോവയിൽ ആശ്രയിക്കുന്നവർ. സദൃശ്യവാക്യം 29:25. അടുത്ത ചോദ്യം, യഹോവ എവിടെയുള്ള പുരോഹിതന്മാരെ രക്ഷ ധരിപ്പിക്കും? ഉത്തരം സിയോനിലെ. സങ്കീർത്തനം 132:13-16 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യഹോവ ആർക്കാണ് രക്ഷ സംഗ്രഹിച്ചു വെക്കുന്നത്? ഉത്തരം നേരുള്ളവർക്ക്. സദൃശ്യവാക്യം 2:7. അടുത്ത ചോദ്യം, യഹോവ രക്ഷ കൊണ്ട് അലങ്കരിക്കുന്നത് ആരെയാണ്? ഉത്തരം താഴ്മയുള്ളവരെ. സങ്കീർത്തനം 149:4. ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.